ഹലോ കൂട്ടുകാരെ, ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ മോള് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എഴുതാൻ സ്പീഡില്ല, കർസീവ് ലെറ്റർ ഒന്നും എഴുതാൻ അറിയുന്നില്ല, ഹിന്ദി അക്ഷരങ്ങൾ എഴുതാൻ അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം ടീച്ചർ എന്നെ ഫോൺ ചെയ്തു. അപ്പോൾ എനിക്ക് വലിയ സങ്കടമായി. പിറ്റേ ദിവസം ഞാൻ മോളെ സ്കൂളിൽ വിട്ട് ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ പോയി ഇരുന്ന് പ്രാർത്ഥിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ടീച്ചർ എന്നെ വിളിച്ചു പറഞ്ഞു, ഈ കുട്ടി എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് സ്പീഡിൽ എഴുതാനും ഹിന്ദി നന്നായി എഴുതാനും പഠിച്ചത്? എന്ത് മാജിക്കാണ് നിങ്ങൾ ചെയ്തത് എന്ന് ടീച്ചർ ചോദിച്ചു. അപ്പം ഞാൻ ചിരിയോടെ പറഞ്ഞു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അധ്യാപകനായ ഈശോയെ എൻ്റെ കുഞ്ഞിൻ്റെ കൈ പിടിച്ച് എഴുതാനും വായിക്കാനും പഠിപ്പിക്കണമേ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതാണ് ആ മാജിക്. ടീച്ചർക്കൊന്നും മനസ്സിലായില്ല. ദൈവത്തിൽ ആശ്രയിച്ചവർ ലജ്ജിതരാവുകയില്ലെന്ന തിരുവചനമോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ കണ്ണുനീരോടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം സ്വർഗം തുറന്നിറങ്ങി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ 25ാമത്തെ വയസ്സ് മുതൽ അത് കാണുകയും അനുഭവിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ കുഞ്ഞുമക്കളുള്ള അമ്മമാരുടെ വേദനയും ദുഃഖവും അവരുടെ പഠന മേഖലയിൽ അമ്മമാരും മക്കളും അനുഭവിക്കുന്ന ടെൻഷനും ദിവസവും കാണുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ടോപ്പിക് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. എല്ലാ ദിവസവും കുഞ്ഞുമക്കളെയും കൂട്ടി വിശുദ്ധ കുർബാനയ്ക്ക് പോവുക. ഈശോയെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും വിശുദ്ധരെക്കുറിച്ചും മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. കൊച്ചു കൊച്ചു വചനങ്ങൾ കാണാതെ പഠിപ്പിക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.